എല്ലാവർക്കും നമസ്കാരം. ഡിപ്ലോമ എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഏപ്രിൽ 2019 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 പാർട്ട് സി. നമുക്കറിയാവുന്ന കാര്യമാണ്, പാർട്ട് സിയിൽ 4 യൂണിറ്റുകളിൽ നിന്നായി 15 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിലെ യൂണിറ്റ് 1ലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിറ്റിൽ 1ൽ നിന്നും 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒന്നുകിൽ 5 മാർക്ക് വീതമുള്ള 3 പാർട്ടുകളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ 8ഉം 7ഉം വീതം മാർക്കുള്ള 2 പാർട്ടുകളായിട്ടായിരിക്കാം ഈ യൂണിറ്റ് 1ലെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് പ്രോബ്ലം: പ്രൂവ് ദാറ്റ് cos theta divided by 1 plus sin theta plus 1 plus sin theta divided by cos theta equal to 2 sec theta. ഇതിനു വേണ്ടി ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതുന്നു. cos theta divided by 1 plus sin theta plus 1 plus sin theta divided by cos theta. ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ LCM കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ LCM കാണുന്നതിന് വേണ്ടി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. ദെൻ cos theta ഇൻറ്റു cos theta cos സ്ക്വയർ theta പ്ലസ് 1 plus sin theta ഇൻറ്റു 1 plus sin theta 1 plus sin theta ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ cos theta ഇൻറ്റു 1 plus sin theta. ദെൻ നമുക്കറിയാം a plus b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ 1 പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല വെച്ച് എക്സ്പാൻഷൻ ചെയ്യുകയാണെങ്കിൽ 1 പ്ലസ് 2 സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ദെൻ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1 പ്ലസ് 2 സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ. നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അതിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് എഴുതാം. ദെൻ 1 പ്ലസ് 1 2, ഇപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ. ന്യൂമറേറ്റർ പരിഗണിക്കുകയാണെങ്കിൽ 2 ടേംസിലും നമുക്ക് 2 കോമൺ ആയി പുറമേക്ക് എടുക്കാൻ സാധിക്കും. ദെൻ 2 ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ. ഇപ്പം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1 പ്ലസ് സൈൻ തീറ്റ കോമൺ ടേം ആണ്, അതുകൊണ്ട് തന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് 1 ബൈ കോസ് തീറ്റ ഈക്വൽ ടു സീക്ക് തീറ്റ. Then 2 by cos theta equal to 2 into sec theta. അതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പം നോട്ട് ദി പോയിന്റ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ദെൻ 1 ബൈ കോസ് തീറ്റ ഈക്വൽ ടു സീക്ക് തീറ്റ എന്നീ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ആണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം: if sin A equal to 3 by 5 and A is acute, find sin 2A and cos 2A. അപ്പോൾ നമുക്കറിയാം, തന്നിട്ടുണ്ട് given sin A equal to 3 by 5. Now we can calculate the value of cos A. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. cos square A equal to 1 minus sin square A. Then cos A equal to root of 1 minus sin square A. Sin Aയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then root of 1 minus 3 by 5 whole square which is equal to root of 1 minus 9 by 25. Now taking LCM, 25 minus 9 divided by 25 which is equal to root of 16 divided by 25 which is equal to plus or minus 4 by 5.
And given condition A is acute. Acute angle means below 90 degree. Means A lies in the first quadrant. നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോസൈൻ ഈക്വൽ ടു പ്ലസ് 4/5. Now sin 2a ഈക്വൽ ടു നമുക്കറിയാവുന്ന ഫോർമുലയാണ് sin 2a ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ എ കോസ് എ. അപ്പം നമുക്ക് സൈൻ എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് കോസ് എ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 ഇൻറ്റു 3/5 ഇൻറ്റു 4/5 which is equal to 24 divided by 25. Now cos 2a equal to cos square a minus sin square a. cos a യുടെയും sin a യുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 4/5 ഹോൾ സ്ക്വയർ മൈനസ് 3/5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16/25 minus 9/25 equal to 7/25. Important ആയിട്ടുള്ള ഫോർമുലാസ് sin 2a equal to 2 sin a cos a. Then cos 2a equal to cos square a minus sin square a. Then next problem. Show that tan 75 degree plus cot 75 degree equal to 4. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് tan 75 ഡിഗ്രിയുടെ വാല്യൂ ആണ്. Then tan 75 degree equal to tan 45 degree plus 30 degree. നമുക്കറിയാവുന്ന ഒരു ഫോർമുലയാണ് tan a plus b. tan a plus b equal to tan a plus tan b divided by 1 minus tan a tan b. ആ ഫോർമുലയിൽ a equal to 45 degree and b equal to 30 degree. Then tan 45 degree plus tan 30 degree divided by 1 minus tan 45 degree into tan 30 degree. And we know that tan 45 degree equal to 1 and tan 30 degree equal to 1 by root 3. Substituting these values, we will get 1 plus 1 by root 3 divided by 1 minus 1 into 1 by root 3. ന്യൂമറേറ്റർ LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ റൂട്ട് 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 3. ഡിനോമിനേറ്ററിൽ LCM അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റൂട്ട് 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 3. ഇപ്പോൾ രണ്ട് ടേംസിലും ഡിനോമിനേറ്റേഴ്സായ റൂട്ട് 3 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും റൂട്ട് 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 3 മൈനസ് 1. നമുക്കറിയാം ടാൻ തീറ്റ ആൻഡ് കോട്ട് തീറ്റ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. കോട്ട് തീറ്റ ഈക്വൽ ടു 1 ബൈ ടാൻ തീറ്റ. ദെൻ കോട്ട് 75 ഡിഗ്രി ഈക്വൽ ടു 1 ബൈ ടാൻ 75 ഡിഗ്രി. നമുക്ക് കിട്ടിയിട്ടുണ്ട് ടാൻ 75 ഡിഗ്രി ഈക്വൽ ടു റൂട്ട് 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 3 മൈനസ് 1. ദെർഫോർ കോട്ട് 75 ഡിഗ്രി ഈക്വൽ ടു root 3 minus 1 divided by root 3 plus 1. Now tan 75 degree plus cot 75 degree equal to ഓരോന്നിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ റൂട്ട് 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 3 മൈനസ് 1 പ്ലസ് റൂട്ട് 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 3 പ്ലസ് 1. അടുത്ത സ്റ്റെപ്പായി നമുക്ക് LCM കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 പ്ലസ് റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1. ന്യൂമറേറ്റർ പരിഗണിക്കുകയാണെങ്കിൽ ഓരോ ടേംസും തമ്മിൽ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാം. ഇപ്പോൾ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 പ്ലസ് റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 3 റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു 1 1. അതുപോലെ അടുത്ത ടേംസിലെ ഓരോ ടേംസും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ 3 മൈനസ് റൂട്ട് 3 മൈനസ് റൂട്ട് 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പരിഗണിക്കുകയാണെങ്കിൽ റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1. നമുക്കറിയാവുന്ന ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ.
ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ √3 + 1 × √3 - 1 ഈക്വൽ ടു √3² - 1 സ്ക്വയർ. അപ്പോൾ √3² എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 - 1. ഇനി ന്യൂമറേറ്ററിലെ നമുക്ക് √3 + √3 - √3 - √3 ഇത്രയും ടേംസുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 8 ഡിവൈഡഡ് ബൈ 3 - 1 ഈക്വൽ ടു 2 ആൻഡ് 8/2 ഈക്വൽ ടു 4. That is tan 75 degree plus cot 75 degree equal to 4. Next problem. Prove that cosec A divided by cosec A minus 1 plus cosec A divided by cosec A plus 1 equal to 2 sec square A. ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതാം. cosec A divided by cosec A minus 1 plus cosec A divided by cosec A plus 1. ഇത്തരം സിറ്റുവേഷനിൽ നമുക്കറിയാം LCM കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. then cosec A into cosec A plus 1 plus cosec A into cosec A minus 1 divided by cosec A minus 1 into cosec A plus 1. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആ ഡിനോമിനേറ്റർ പരിഗണിക്കുകയാണെങ്കിൽ A minus B into A plus B. നമുക്കറിയാവുന്ന ഫോർമുലയാണ് A² - B². അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് cosec A minus 1 into cosec A plus 1 ഈക്വൽ ടു cosec² A minus 1. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയത് cosec² A minus 1 ആണ്. ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ cosec A into cosec A cosec² A പ്ലസ് cosec A into 1 cosec A പ്ലസ് cosec A into cosec A cosec² A മൈനസ് cosec A into 1 cosec A ഡിവൈഡഡ് ബൈ നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് cosec² A minus 1 ഈക്വൽ ടു cot² A. അതുപോലെ തന്നെ ന്യൂമറേറ്റർ ലാസ്റ്റ് സ്റ്റെപ്പിലെ ന്യൂമറേറ്റർ പരിഗണിക്കുകയാണെങ്കിൽ cosec A മൈനസ് cosec A, അതായത് സെക്കൻഡ് ടേമും ലാസ്റ്റ് ടേമും തമ്മിൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. then we will get 2 cosec² A ഡിവൈഡഡ് ബൈ cot² A. അറിയാവുന്ന കാര്യമാണ് cosec A ഈക്വൽ ടു 1/sin A. അതുപോലെ തന്നെ cot A ഈക്വൽ ടു cos A ഡിവൈഡഡ് ബൈ sin A. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും 2 into 1/sin² A ഡിവൈഡഡ് ബൈ cos² A ഡിവൈഡഡ് ബൈ sin². ഇപ്പം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും sin² A എന്ന് പറയുന്ന ഡിനോമിനേറ്റർ ടേം കോമൺ ആണ്. അതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ cos² A. നമുക്കറിയാവുന്ന മറ്റൊരു ഫോർമുലയാണ് 1/cos A ഈക്വൽ ടു sec A. അതുകൊണ്ട് തന്നെ നമുക്ക് 2/cos² A എന്നുള്ളതിനെ നമുക്ക് 2 into sec² A എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ then 2 sec² A അതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇഫ് sin A ഈക്വൽ ടു 8/17, sin B equal to 3/5, A, B are acute, find sin A minus B and cos A plus B. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് sin A equal to 8/17. We can find the value of cos A using the important formula cos A equal to √1 minus sin² A. ആക്ച്വലി നമുക്കറിയാം cos² A ഈക്വൽ ടു 1 മൈനസ് sin² A. അതിൽ നിന്നും cos A ഈക്വൽ ടു √1 മൈനസ് sin² A. ഇനി നമുക്ക് തന്നിട്ടുണ്ട് വാല്യൂ ഓഫ് sin A ഈക്വൽ ടു 8/17. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ √1 മൈനസ് 8/17 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √64/289. ഇനി നമുക്ക് LCM കണ്ടുപിടിക്കാം. ഇപ്പോൾ √289 മൈനസ് 64 ഡിവൈഡഡ് ബൈ 289 ഈക്വൽ ടു √225 ഡിവൈഡഡ് ബൈ 289.
ഈക്വൽ ടു ±15/17. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ ഈസ് അക്യൂട്ട്. എ എന്ന് പറയുന്ന ആംഗിൾ അക്യൂട്ട് ആണെങ്കിൽ നമുക്കറിയാം അക്യൂട്ട് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിനേക്കാളും താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവാണ്. അതുകൊണ്ട് വാല്യൂ ഓഫ് കോസ് എ ഈസ് +15/17. ഇതുപോലെ നമുക്ക് സൈൻ ബി ഈക്വൽ ടു 3/5 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല കോസ് ബി ഈക്വൽ ടു √1 - sin സ്ക്വയർ ബി. ആ ഫോർമുലയിൽ സൈൻ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പി ഈക്വൽ ടു √1 - 3/5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √1 - 9/25. LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ √25 - 9 / 25 ഈക്വൽ ടു √16/25 ഈക്വൽ ടു ±4/5. ക്വസ്റ്റ്യനിൽ അഗെയിൻ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് ബി ഈസ് അക്യൂട്ട്. ഇപ്പോൾ ബി ഈസ് അക്യൂട്ട് മീൻസ് ബിയുടെ വാല്യൂ ബിലോ 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവാണ്. അതുകൊണ്ട് കോസ് ബി എന്ന് പറയുന്ന വാല്യൂ പോസിറ്റീവ് വാല്യൂ. അതുകൊണ്ട് തന്നെ കോസ് ബി ഈക്വൽ ടു 4/5. നൗ സൈൻ എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സൈൻ എ, കോസ് എ, സൈൻ ബി, കോസ് ബി എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then 8/17 into 4/5 minus 15/17 into 3/5 which is equal to 32/85 minus 45/85 which is equal to minus 13 divided by 85. Now we can calculate the value of cos a plus b. നമുക്കറിയാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് cos a plus b equal to cos a cos b minus sin a sin b. ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 15/17 into 4/5 minus 8/17 into 3/5 which is equal to 60/85 minus 24/85 which is equal to 36/85. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് എന്ന് പറയുന്നത് സൈൻ എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി, കോസ് എ പ്ലസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇനി ഈ പ്രോബ്ലത്തിൽ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫോർമുല കൂടിയിട്ടുണ്ട്. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1. ഈ 3 ഫോർമുലയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 formulas. Next problem. From the top of a lighthouse 90 meter high, the angles of depression of 2 boats on the sea level are 45 degree and 60 degree. Find the distance between the boats. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ലൈറ്റ് ഹൗസ്, അതിന് 90 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നും താഴേക്ക് നോക്കുകയാണെങ്കിൽ കടലിൽ 2 ബോട്ടുകളുണ്ട്. അപ്പോൾ ഓരോ ബോട്ടിലേക്കും നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻസ് 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ഈ ബോട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഫിഗർ ശ്രദ്ധിക്കാം. എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. സി ആൻഡ് ഡി എന്ന് പറയുന്നത് ബോട്ടിൻ്റെ പൊസിഷൻസ് ആണ്. Then con LBD equal to 45 degree and con LBC equal to 60 degree. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, BL എന്ന് പറയുന്നതും AD എന്ന് പറയുന്നതും 2 പാരലൽ ലൈൻസ് ആണ്. നമുക്കറിയാം 2 പാരലൽ ലൈൻസിനെ ഒരു ഡിവൈഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോൺ LBDയും
കോൺ എ ഡി ബിയും ഈക്വൽ ആയിരിക്കും. ഇതുപോലെ തന്നെ കോൺ എൽ ബി സിയും കോൺ ബി സി എയും ഈക്വൽ ആയിരിക്കും. ആൻഡ് എ ബി ഈസ് പെർപെൻഡിക്കുലർ ടു എ ഡി. ഇനി ആ റൈറ്റ് ആംഗിൾ പരിഗണിക്കുകയാണെങ്കിൽ എ സി ബി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ പരിഗണിക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ടാൻ 60 ഈക്വൽ ടു എ ബി ബൈ എ സി എന്ന് കാണാൻ സാധിക്കും. നമുക്കറിയാം ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. എ ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 90. അപ്പോൾ ടാൻ 60 ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ എ സി. നമുക്കറിയാം ടാൻ 60യുടെ വാല്യൂ എന്ന് പറയുന്നത് √3 ആണ്. ദെൻ √3 ഈക്വൽ ടു 90 ബൈ എ സി. അതിൽ നിന്നും എ സി ഈക്വൽ ടു 90 ബൈ √3 വിച്ച് ഈസ് ഈക്വൽ ടു 51.96 മീറ്റർ. ഇതുപോലെ തന്നെ അടുത്ത റൈറ്റ് ആംഗിൾ പരിഗണിക്കുകയാണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പരിഗണിക്കുകയാണെങ്കിൽ എ ഡി ബി എന്ന് പറയുന്ന ട്രയാംഗിൾ പരിഗണിക്കുകയാണെങ്കിൽ ടാൻ 45 ഡിഗ്രി ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ എ ഡി ആൻഡ് വാല്യൂ ഓഫ് എ ബി ഈസ് 90. then tan 45 degree equal to 90 divided by AD. നമുക്കറിയാവുന്ന കാര്യമാണ് tan 45 degree equal to 1. Substituting this 1 equal to 90 by AD. From this AD equal to 90 meter. Hence the distance between the boats, രണ്ട് ബോട്ടുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് CD equal to AD minus AC, which is equal to 90 minus 51.96, which is equal to 38.04 meter.